എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തേക്കടിയിലാണ്. ഇപ്പോൾ ഒരു സമ്മർ വെക്കേഷന് തേക്കടിയിലോട്ട് വന്നാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പെരിയാർ ടൈഗർ റിസർവ് പോകുന്നുണ്ട്, പിന്നെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തേക്കടി തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ്. WGH പോയട്രി എന്നുള്ള ഒരു പ്രോപ്പർട്ടി, അടിപൊളി റിസോർട്ടിലാണുള്ളത്. ഇവിടുത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ അടുത്ത 3 ദിവസം ഇവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. മലയാളികൾ സമ്മർ വെക്കേഷൻ ആയാലും സ്കൂൾ കോളേജ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും ആദ്യം മനസ്സിലേക്ക് വരുന്ന സ്പോട്ടാണല്ലോ തേക്കടിയും പെരിയാർ ടൈഗർ റിസർവും ഒക്കെ. തേക്കടിയിൽ വന്നാൽ താമസിക്കാൻ ഓപ്ഷൻസ് ഒരുപാടുണ്ടെങ്കിലും ഞാൻ ചൂസ് ചെയ്തത് തേക്കടി ടൗണിൽ നിന്നും 5 കിലോമീറ്റർ മാറിയുള്ള WGH പോയട്രി എന്ന ഈ ഒരു റിസോർട്ടാണ്. 3 ദിവസം എന്നെ ഇവിടെ താമസിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ഒരു അടിപൊളി വ്യൂ തന്നെയാട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞത്. ഇവിടെ പാർക്കിംഗ് ഒക്കെ കാണാം, ഇവിടെയാണ് പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. നമുക്ക് അകത്തോട്ടേക്ക് കയറാം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെയാണ് റിസപ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലാണ് റിസപ്ഷനൊക്കെ ഉള്ളത്. അതുപോലെ കയറി വരുമ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം, നമുക്ക് എവിടെ നിന്നാലും ഈ ഒരു അടിപൊളി വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിപ്പോൾ റൂംസിലായാലും ഇൻഫിനിറ്റി പൂളിലായാലും ആ മുകളിലത്തെ ബാൽക്കണിയിലായാലും ഈ ഒരു വ്യൂ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തത്. കാരണം നമുക്ക് എവിടെ നിന്നാലും വ്യൂ എൻജോയ് ചെയ്യാമല്ലോ. മാത്രമല്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മോർണിംഗ് ഒക്കെ ക്ലൗഡ് ബെഡൊക്കെ കാണാനും പറ്റും. നമുക്ക് നോക്കാം, മോർണിംഗ് എണീച്ചിട്ട് നോക്കാം എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്നാൽ താമസിക്കാൻ പറ്റിയൊരു റിസോർട്ട് കൂടിയാണിത്. ഡിഫറെന്റ് കാറ്റഗറിയിലായിട്ട് 50ഓളം റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു അടിപൊളി ബാൽക്കണി വ്യൂ ഒക്കെയുള്ള റൂമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡേ ടൈം പോലെ തന്നെ നൈറ്റ് വ്യൂവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളതാട്ടോ. അപ്പം ഞാനിപ്പോൾ ആ ഒരു ഇൻഫിനിറ്റി പൂളിൻ്റെ ആ സൈഡിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അതായത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ്. മൊത്തം നല്ല നീറ്റായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മൊത്തം ഗാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മുളയൊക്കെ ഉണ്ട്. ആഹാ, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടല്ലോ, ഒരു ഫോട്ടോ ഫ്രെയിം പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നൈസ്. ശരിക്കും ഒരു കാടിൻ്റെ അകത്ത് എത്തിയ ഫീലല്ലേ ഒന്ന് നോക്കിയേ. വാവ്, അടിപൊളി. ഇതാണ് എൻ്റെ ബാക്ക് വ്യൂ. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഗാർഡൻസൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ ആഹാ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ശരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലുക്ക് തോന്നുന്നില്ലേ ഗൈസ്? എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഇത് ഇൻഫിനിറ്റി പൂളിൻ്റെ താഴ്ഭാഗമാണ്. അപ്പോൾ വഴി തെറ്റി. നമുക്ക് എന്തായാലും വേറെ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിലും മുകളിലോട്ട് കയറിപ്പോവാം. ഇത് ഇൻഫിനിറ്റി പൂളിൻ്റെ ഭാഗമാണ്, കുഴപ്പമില്ല. നൈസ്. ഇതാണ് ഇവിടുത്തെ ഒരു താഴത്തെ ആ ഒരു ഗാർഡൻ്റെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഇൻഫിനിറ്റി പൂളിൻ്റെ അടുത്തേക്ക് പോവാം. തളർന്നു പോയി ഗൈസ്. യെസ്, ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂൾ. എൻ്റെ അമ്മോ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, പൊള്ളിയല്ലേ. എന്തായാലും പൂളിൽ ഇറങ്ങിയിട്ടില്ല, പൂളിൽ ഇറങ്ങണം. ഇന്നിനി എന്തായാലും ടൈമില്ല. ഇന്ന് ഈവനിങ് നമ്മളൊരു വ്യൂ പോയിൻ്റൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെയൊക്കെ നോക്കിയിട്ട് ഇറങ്ങാം. അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. കണ്ടില്ലേ, ഇത്രയും ലെങ്ത് ഉണ്ട്, നല്ല ലെങ്ത്തുള്ള പുഴ. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ റെസ്റ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, റെസ്റ്റ് ചെയ്യാനൊക്കെ ഏരിയൊക്കെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. വോ. അപ്പോൾ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഈവനിങ് ആയപ്പോൾ വ്യൂ പോയിൻറ്റിലോട്ട് പോവുകയാണ്. ഇന്ന് നല്ല സൺസെറ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. പക്ഷേങ്കിൽ മൊത്തം മഴക്കറിയാം, അതുകൊണ്ട് ഇനി വ്യൂ കിട്ടുമോയെന്നൊന്നും അറിയില്ല. മൊത്തം ക്ലൗഡി ആയിട്ടുള്ളത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് വ്യൂ പോയിന്റിലോട്ട്. അപ്പം നടന്നു പോകേണ്ടവർക്ക് അങ്ങനെ പോകാം, അല്ലാത്തവർക്ക് വണ്ടിയിലും പോകാം. നമ്മളെന്തായാലും ഇപ്പോൾ വണ്ടിയിലാണ് പോകുന്നത്, കാരണം നല്ല മഴയുടെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പകുതിക്ക് എത്തുമ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അത് പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും സൺസെറ്റ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റ് എത്തി. ഓക്കെ, ഇതാണ്
ഒട്ടകത്തലമേട് എന്ന് പേരുള്ളൊരു വ്യൂ പോയിൻ്റ്. ഞാൻ പേര് ആദ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പേര് ഒട്ടകത്തലമേട് എന്നാണ്. കണ്ടില്ലേ 360 വ്യൂ ആണ് ഇവിടുന്ന്. ആഹാ, താഴ്ന്ന് കുറേ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇവിടുന്ന് തേക്കടി മുഴുവൻ ഇവിടുന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നൈറ്റൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്കിന്ന് സൺസെറ്റ് കിട്ടിയിട്ടില്ല. ദാ കാണുന്നതൊക്കെ തമിഴ്നാടിൻ്റെ ഒരു ഏരിയ ആണ് ദാ കാണുന്നത്. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മംഗളാദേവി ടെമ്പിളില്ലേ, വർഷത്തിൽ ഒരു തവണ മാത്രം തുറക്കുന്നത്, അത് ഈ ഒരു ഹില്ലിൻ്റെ ടോപ്പിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് തേക്കടി ലേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ദാ ഒരു സൈഡിലായിട്ടാണ് ലേക്ക് വരുന്നത്. അങ്ങനെ വ്യൂ പോയിന്റ് പോയിട്ട് ജസ്റ്റ് ഇതാ ഇവിടെ ബാൽക്കണിയിലോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ കണ്ട വ്യൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ചഞ്ചടാങ് ഇത് കണ്ടില്ലേ, അടിപൊളി സൺസെറ്റായിട്ട് കിട്ടിയില്ല, പക്ഷെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു യെല്ലോ ഷെയ്ഡ് ഇതാ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഒരുപാട് മലനിരകളും പിന്നെ ഇതാ ഈ സൺസെറ്റിൻ്റെ ആ ഒരു ഷെയ്ഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിട്ടുണ്ട്. നൈറ്റായപ്പോൾ ഇതാ കുറച്ച് തണുപ്പൊക്കെ വന്നു തുടങ്ങി. എന്നാൽ നല്ല അടിപൊളി ക്ലൈമറ്റാണിപ്പോൾ. നമുക്ക് കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ടിരിക്കാം. സൺസെറ്റും കഴിഞ്ഞ് നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ സൺസെറ്റൊക്കെ കണ്ടിതാ തിരിച്ച് റൂമിലോട്ട് വന്നിട്ടുള്ളത്. റൂമിൻ്റെ ആംബിയൻസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് മെസ്സി ആയിട്ടുള്ളത് എൻ്റെ ഇതാണ് റൂമിൻ്റെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ്. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ടാണിതാ പുറത്ത് നമ്മളെ ബാൽക്കണി എന്നുള്ള ആ ഒരു അടിപൊളി വ്യൂ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഇവിടുന്ന് എവിടെ നിന്ന് നോക്കിയാൽ ആ ഒരു വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്, ഞാൻ നൈറ്റ് വ്യൂ കാണിച്ചു തരാം. ഇതാണ് റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. പൊള്ളിയല്ലേ, താഴെ സ്വിമ്മിംഗ് പൂളിലെ ഒരു ലൈറ്റിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഈ കർട്ടനൊക്കെ ഓപ്പണായിട്ട് അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. ഈ മലയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്, വല്ലാത്തൊരു ആംബിയൻസ് ആണ്. ഇവിടെ നൈറ്റ് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ സ്റ്റാർസൊക്കെ ഇല്ലേ, അത് ഞാൻ കാണിച്ചു തരാം.